നമ്മുടെ ചാനലിൽ കുറേ നാളായി കുക്കിംഗ് വീഡിയോ നിന്ന് കറങ്ങുകയാണ്. കാരണം വേറൊന്നുമല്ല, എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആവാമെന്ന് വിചാരിച്ചു. വാട്ടേ ഈറ്റിൻ്റെ ഡേക്ക് ശേഷം ഞാൻ അവതരിപ്പിക്കുന്നത് ആട്ടിൻ കുടൽ തോരൻ. ഇത് പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ഇതിനറിയപ്പെടാം. ബോട്ടീന്നും പോട്ടീന്നും അങ്ങനെ എന്തൊക്കെയാണ് പറയാറ്. പക്ഷെ കൂടുതലായി അറിയണമെങ്കിൽ ആടിൻ്റെ കുടൽ എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ ശരി, അല്ലേ? അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ? വായോ. ഒരു വലിയ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായ ശേഷം കടുകിട്ട് പൊട്ടിക്കാം. ശേഷം വലിയ ജീരകമിട്ട് അത് പൊട്ടുന്നവരെ കാത്തിരുന്ന് അതിലിട്ട് ചെറുതായി അരിഞ്ഞു വെച്ച വലിയുള്ളിയും ചെറിയുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് നല്ല ബ്രൗണിഷ് കളർ ആവുന്നവരെ ഇളക്കി കൊടുക്കാം. അതിൻ്റെ കളർ മാറി വരുമ്പോൾ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് മൂടി വയ്ക്കാം. ആ ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. ഉള്ളിയെല്ലാം വെന്ത് വന്ന ശേഷം നമ്മൾ നേരത്തെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിക്കാൻ വെച്ച ആടിൻ്റെ കുടൽ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ശേഷം നല്ലപോലെ ഇളക്കണം. ഇനി അതിലോട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം അത് നമുക്ക് മൂടി വയ്ക്കാം. ഇനി അത് തിളയ്ക്കാനുള്ള കാത്തിരിപ്പ്. തിള വന്ന ശേഷം നമ്മൾ ആ മൂടി തുറന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കണം. കുക്കിങ്ങിൽ നിനക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഈ ഇളക്കലാണെന്ന്. ഇനി അതവിടെ നിൽക്കട്ടെ, നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോവാം. അരപ്പ് റെഡിയാക്കാൻ കുറച്ച് വലിയ ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, തേങ്ങ ഇതെല്ലാം നമുക്ക് മിക്സിയിലിട്ട് അരച്ച് കൊണ്ടുവരാം. ഇനി ഈ അരപ്പിനെ തിളയ്ക്കുന്ന ഈ ആട്ടിൻകുടലിലോട്ടിട്ട് നല്ലപോലെ വീണ്ടും ഇളക്കി കൊടുക്കണം. ഈ ബോട്ടി വേവിക്കുമ്പോൾ അതിൽ നിന്ന് കുറേ വെള്ളം ഇറങ്ങും. അപ്പോൾ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ എന്നെപ്പോലെ ഇങ്ങനെ നിന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും. ഇനി ആ വെള്ളം വറ്റാനായിട്ട് നമ്മൾ കാത്തിരിക്കണം. അതൊരു വല്ലാത്ത കാത്തിരിപ്പാണ്. ഇടയ്ക്ക് മൂടി വയ്ക്കുക, ഇടയ്ക്ക് തുറക്കുക, ഇളക്കി കൊടുക്കുക, മൂടി വയ്ക്കുക, തുറക്കുക, ഇളക്കി കൊടുക്കുക. ഈ പ്രോസസ്സ് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ വെള്ളം വറ്റി വരാറായി എന്നറിയുമ്പോൾ കുറച്ച് കരിവേപ്പില അതിൻ്റെ മുകളിലോട്ട് വിതറിക്കൊടുക്കുക. ഇനി വെള്ളം പൂർണ്ണമായി വറ്റി എന്നറിയുമ്പോൾ അതിലോട്ട് കുറച്ച് മല്ലിച്ചപ്പും വിതറിക്കൊടുക്കുക. ശേഷം വീണ്ടും സെയിം പ്രോസസ്സ് കിണ്ടി കൊടുക്കുക, ഇളക്കി കൊടുക്കുക. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലോട്ട് തൂവി കൊടുക്കുക മീൻസ് ഒഴിച്ചു കൊടുക്കുക. ശേഷം വീണ്ടും ഈ സെയിം പ്രോസസ്സിങ് തന്നെ തുടർന്നുകൊണ്ടിരിക്കുക. ഇളക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ അടി പിടിക്കും. പിന്നെ ഇടയ്ക്കൊക്കെ എടുത്ത് ടെസ്റ്റ് ചെയ്യണം, നല്ലതാണ് കേട്ടോ. വേവ് പാകമായ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 10 മിനിറ്റെങ്കിലും മൂടി വയ്ക്കണം. അപ്പോൾ പറഞ്ഞ് നമ്മുടെ സാധനം ഇവിടെ റെഡിയായി. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ഇതിൽ ചേർക്കാം. ഇഷ്ടമായ അപ്പോൾ ഉണ്ടാക്കി നോക്കാൻ മറക്കരുതേ. ഒരു ലൈക്കൊക്കെ ആവാം. അപ്പോൾ ഓക്കെ, ബൈ.